Hey guys, ഇന്നത്തെ വീഡിയോ ഫുഡ് ഇൻഗ്രീഡിയന്റ് ചാലഞ്ച്. ഓക്കെ, സോ വീഡിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു ചിക്കൻ ബിരിയാണി ആണെങ്കിൽ അതിൽ റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതിലിങ്ങനെ മുകളിലിടുന്ന കുറച്ച് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു കോഴിമുട്ട കൂടെ വെച്ചേക്കും, ഒരു കോഴിമുട്ട ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ 3 പേരാണല്ലോ ചാലഞ്ചിൽ മത്സരിക്കുന്നത്. സോ അപ്പൊ ബിരിയാണി പ്ലസ് ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 2 ഐറ്റങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ അതൊന്ന് അരി എടുക്കുന്നു, ബിരിയാണിന്റെ റൈസ് എടുക്കുന്നു, and അതുപോലെ തന്നെ ചിക്കൻ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ 3 പേരിൽ ഒരാൾക്ക് ആ ഒരു ഫുൾ ബിരിയാണി കിട്ടും. ഓക്കെ, ഒരാൾക്ക് അരി കിട്ടും, ഒരാൾക്ക് ചിക്കനും കിട്ടും. ഓക്കെ, ചോദിച്ചോ. അത് വേവിച്ചതാണോ വേവിക്കാത്തത്? ഓക്കെ, അതായത് ഫുൾ ബിരിയാണി എന്ന് പറയുന്നത് വേവിച്ചത്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, ചില റൗണ്ടിൽ എന്താ പറയാ ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ആക്ടിവിറ്റിയിൽ ആരാണോ വിന്നർ ആവുന്നത് അവർക്ക് ആ 3 ഓപ്ഷൻ ഏത് ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ തുറപ്പിച്ചിട്ട് വരും. എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. നമ്മൾ മാഗിയാണ് ഗൈസ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അപ്പൊ മാഗിന്റെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ മാഗിന്റെ പച്ച മാഗി, അതായത് കുക്ക് ചെയ്യാത്ത വെള്ളത്തിന്റെ പുഴുങ്ങല്ലേ അല്ല വേവിക്കലും പുഴുങ്ങലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വേവിക്കലും പുഴുങ്ങലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ആൻഡ് ഇത് നമ്മുടെ മാഗിന്റെ ആ ഒരു മസാലയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ ഉള്ളത്. സോ അത് മാത്രം ഇതല്ലേ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അല്ല, ഐ മീൻ ഇതിനെക്കാട്ടി ബെറ്റർ അതല്ലേ, അതിന്റെ മാത്രം നിന്ന് ഷോ ആണല്ലേ. അത് കറമുറ ചിപ്സിനോ അപ്പൊ ആരൊക്കെ കിട്ടാന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടിൽ നമുക്ക് എന്താ ആക്ടിവിറ്റി ആവാം. ഓക്കെ, സോ അപ്പൊ ഒരു സിമ്പിൾ ചാലഞ്ച് ആണ്. നമ്മുടെ ഗംഗേ എന്ന് പറയുന്ന സാധനമല്ലേ, ഗംഗേ ആ സോങ്ങിലല്ലേ, അതുപോലെ ഈ ഗംഗേ ആരാണ് ഏറ്റവും കൂടുതൽ നേരം നീട്ടി അവര് വിന്നറാവും. അവർക്ക് ഇതിൽ ഏത് യെസ്. സോ അപ്പൊ വേറൊരു കാര്യം, അവിടെ ടൈമർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര നേരമാണ് വിടുന്നത് എന്നുള്ളത് അവിടെ റെക്കോർഡിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു റൗണ്ടിൽ ഫസ്റ്റ് മത്സരിക്കാൻ വേണ്ടി പോകുന്ന കാര്യം മറ്റല്ല നമ്മുടെ എഡ്വിൻ BCB ആണ്. സോ അപ്പൊ ടൈമർ റെഡിയാണ്. എഡ്വിൻ BCB റെഡിയാണോ? 3, 2, 1 ഗംഗേ നമ്മുടെ അടുത്തത് മത്സരിക്കുന്നത് നമ്മുടെ കൊമ്പനാണ്. കൊമ്പൻ റെഡി അല്ലേ? അപ്പൊ 27 സെക്കൻഡ് ആണ് ഇപ്പൊ കറന്റ്ലി ടോപ്പ്. ഓക്കെ, 3, 2, 1 ഗംഗേ കൊമ്പനവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 39 സെക്കൻഡ്സ്. എന്തുവാണ് ഇത്? ഇവിടെ നമ്മുടെ ഒരു ചാലഞ്ച് പക്ക കോമ്പറ്റീഷൻ ലെവലിലോട്ട് പോകുന്നുണ്ട്. സോ 27 സെക്കൻഡ്, ഇവിടെ 39 സെക്കൻഡ്. ചില്ലറ വ്യത്യാസമൊന്നും അല്ല. അപ്പൊ എന്തായാലും ലാസ്റ്റ് നമ്മുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ വൈറൽ എന്നാണ് നമ്മുടെ കൊമ്പൻ പറഞ്ഞത്. ഇതാണല്ലോ, ഇത് ഞാൻ തോറ്റു കഴിഞ്ഞാണല്ലോ. നിന്റെ എവിടെന്നാ കാറ്റ് വലിച്ചതെന്ന് എനിക്ക് അറിയണം കേട്ടോ. കൊമ്പന്റെ ഇടയ്ക്ക് സൗണ്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കൊമ്പത്തിന്റെ മുഖത്തിന്റെ മാറി വറപ്പ് കളറൊക്കെ. സോ നമുക്ക് എന്തായാലും അപ്പൊ ചാർലിയുടെ ഗംഗയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ചാർലി 3, 2, 1 ഗംഗേ
പിന്നെ കുറച്ച് മില്ലി സെക്കൻഡ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നു. എന്റെ പൊന്നെ, ചോന്നിരിക്കുന്നു. ഞാൻ 37 തീർന്നെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ വരുമല്ലോ. ഇങ്ങനെ പോയതാ. ഓക്കെ, എന്തായാലും അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റിയിൽ ഗായ്സ് ഇവിടെ ചാർലിയാണ് വിന്നർ ആയത്. 39 സെക്കൻഡ് പ്ലസ് സം മില്ലി സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ചാർലി ഇറ്റ്സ് യുവർ ടൈം. എന്തൊരു ശുഷ്കാന്തി. ഓക്കെ, സെക്കൻഡ് എന്തായാലും നമ്മുടെ കൊമ്പനായത്. സോ കൊമ്പൻ ഏതാ ചൂസ് ചെയ്യുന്നത്? ഇതാണെങ്കിൽ ഇത് ഫുള്ള് കഴിക്കണം, അതാണെങ്കിൽ അത് ഫുള്ള് കഴിക്കണം, ഏതാണെങ്കിലും ഫുള്ള് കഴിക്കണം. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ആ ഒരു മാഗി മസാല നമ്മുടെ കൊമ്പനാ ചൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പച്ച മാഗി ഓൺ ബക്രി. ബക്രി സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചാലഞ്ചുകളായിട്ട് നമ്മുടെ ബക്രി ഇച്ചിരി ഡൗൺ ആണ്. ബക്രി കുറച്ചൊന്ന് അപ്പ് ആവണം. അപ്പൊ അതിന് ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്നാൽ ആ ഒരു മില്ലി സെക്കൻഡിന്റെ ഗൈസ്. ഓക്കെ, മില്ലി സെക്കൻഡിലാണ് കളി മാറിയത്. ചില ഫുഡ് ചാലഞ്ചിൽ പിന്നെ ചാർലി വീട്ടിലൊരു കളിയില്ല അല്ലടാ. ആദ്യം ചാർലി അത് ജയിച്ചു തുടങ്ങണമെങ്കിൽ അവസാനത്തേക്ക് നല്ല 3G നല്ല മുതലായി. മാഗി മാത്രമുള്ള പണ്ടത്തെ ജിൽജില് ഓർമ്മയുണ്ടോ? ജിൽജിലായിട്ട് നിൽക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പഴത്തെ കഴിഞ്ഞ ചലഞ്ചും അങ്ങനെ തന്നെ. ഫസ്റ്റ് ഒക്കെ നല്ല സ്കോറിംഗ് ആയിരിക്കും, പിന്നെ അങ്ങോട്ട് കയ്യിൽ അങ്ങനെ നൈസായിട്ട് അങ്ങ് പോകും. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കളി കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ ചാലഞ്ച് എന്ന് മനസ്സിലായല്ലോ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലെ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം ഗൈസ്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ ഗൈസ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ലൈം ജ്യൂസ് ആണ്. ഓക്കെ, സോ അപ്പൊ ലൈം ജ്യൂസിലെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളമുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ ഉണ്ട്. പക്ഷേ അതാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ ഈ രണ്ട് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ റൗണ്ടിൽ നമ്മൾ ആക്ടിവിറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗംഗ ആക്ടിവിറ്റി. സോ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തുറുപ്പ് ചീട്ട് ഇതിൽ 1 2 3 എന്ന നമ്പറാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏത് നമ്പറാണ് കിട്ടുന്നത് ഈ ഒരു ഓർഡറിലായിരിക്കും കിട്ടുക. അതായത് ഇതിന് ഇങ്ങനെ ആയിരിക്കില്ല, ഞാൻ ഇത് ഷഫിൾ ചെയ്യും. ചിലപ്പോൾ ഈ വെള്ളം എടുത്ത് അങ്ങോട്ട് വെക്കും, ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കും, അങ്ങനെ ഷഫിൾ ചെയ്യും. ഓക്കെ, സോ അപ്പൊ 1 കിട്ടിയ ആൾ എന്ത് ചെയ്യണം, ഈ അറ്റത്ത് ഏതാണുള്ളത് അത് എടുക്കേണ്ടി വരും. 1 2 3 അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഷഫിൾ ചെയ്യും. ഈ ഓർഡറിലല്ല, ഇതിങ്ങനെ കാണാൻ രസത്തിന് വെച്ചോളൂ. ഓക്കെ, റെഡി അല്ലേ? സോ അപ്പൊ ഗൈസ്, അപ്പൊ അവരെല്ലാവരും പേപ്പർ എടുത്ത് സുഖി ഒരു സൈഡ് വരും. ഒന്ന് ഷഫിൾ ചെയ്തോട്ടെ. ഒന്ന് കിട്ടുന്നവന് നാരങ്ങ, 2 കിട്ടുന്നവന് ലൈം ജ്യൂസ്, 3 കിട്ടുന്നവന് സ്വച്ഛപടാ ശുദ്ധ പാടി. സോ അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങണം. ഞാൻ തുറക്കട്ടെ. എനിക്ക് ബക്രി വന്നതാ. ബക്രിയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നിങ്ങൾ ജയിച്ച്. അങ്ങോട്ടില്ല അങ്ങോട്ടില്ല പറഞ്ഞ രീതിയിൽ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇന്നിപ്പോ ചാർലി അങ്ങ് തുറന്നാളെ. എനിക്കറിയാതെ അല്ല, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ കേട്ടാ, ചാർലിക്ക് ആദ്യം സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെല്ലാം പണിയായിരിക്കും വരുന്നത്. ഒറ്റയടിക്ക് വായിലിട്ട് ടേസ്റ്റ് അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ 1 കിട്ടിയത് നമ്മുടെ ചാർലിക്കായിരുന്നു. സോ ഫസ്റ്റ് എടുക്കുന്ന നാരങ്ങ അവിടെ എടുത്തിട്ടുണ്ട്. നാരങ്ങ ജൊന്നല്ല, കടിക്കാൻ മുറിക്കാൻ നാരങ്ങ ഇങ്ങനെ എടുത്ത് തിന്നാറില്ല. ലൈം ജ്യൂസ് ലൈം മാത്രം എടുക്കാറുള്ളൂ. അത്രേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞാൻ തിന്നിട്ടുണ്ട്. കാണിച്ചെന്ന് അയ്യോ, കടിച്ചോ. ആ കയ്യിൽ നിന്ന് എടുക്കുക. ഓ, പിന്നെ നീ ശരിക്കും ചവച്ചിട്ടൊക്കെ ഇരുന്നതല്ലേ. ഒറ്റ കടി അടിക്കണേ. നിങ്ങളുടെ വിചാരം ഞാൻ കണ്ടില്ല കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ. 3 2 1. സിനിമ ഷോർട്ട് ഫിലിം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. ഇമാതിരി അഭിനയം എവിടെ സാധനം വയലുണ്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുക, ചവക്കുന്നില്ല. ആ നീരൊന്ന് ഇറക്കിയ ആ നീരൊന്ന് കുടിച്ച് കമന്റ് നൗ ഡേസ് ചാർലി സ്കോറിംഗ്. ഓ, ഇതാണ് നിങ്ങളുടെ സ്കോറിംഗ് ഇതല്ലേ? ചാർലി കുടിച്ചിട്ടൊന്ന് പോകും. പല്ലൊക്കെ നല്ല പുളിപ്പായിരിക്കും അല്ലേ? ഒന്ന് കടിച്ചു നോക്കുന്ന വേണമെങ്കിൽ ഇവിടെ നിന്ന് ചിരിച്ചേട്ടെ. ആ നാരങ്ങ നീരം കിട്ടിയോ? പിന്നെ നാരങ്ങ കടിച്ച നീരല്ലാതെ വേറെ എന്തോ കിട്ടുന്നത്. നീര് തരും നമ്മുടെ കവളത്ത് നേരെ കഴിഞ്ഞ്. എന്നെ നാരങ്ങുള്ളത്തിൽ ഇത്ര ജ്യൂസ് ഞാൻ എടുക്കാറുള്ളൂ. ഇല്ല. നമ്മുടെ ഒരു ലൈം ജ്യൂസ് റൗണ്ടില് ഒരു തീരുമാനമായിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ചാലഞ്ചില് നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചില് അടുത്ത റൗണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഗൈസ് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ റെഡ് കളറിലുള്ള കേക്ക് ആണ് ഗൈസ്. ദിസ് ഈസ് വൺ ആൻഡ് ഓൺലി ക്രീം കേക്ക്. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ക്രീം ആൻഡ് ഇതെന്തായിരിക്കും? വെളിച്ചെണ്ണ ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്കില് മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗൈസ്. മറ്റൊന്നല്ല, നമ്മുടെ പച്ചമുട്ട. ഓക്കെ, എഗ്. അതായത് എഗ് പൊട്ടിച്ചിട്ട് അതിന്റെ മണ്ണെടുത്തിട്ട് അതിന്റെ വെള്ളമാണത്. ഐ മീൻ വെള്ളം എങ്ങനെ ആയിരിക്കും? ഞാൻ ഫസ്റ്റ് എണ്ണ വിചാരിച്ചു. ശരിയല്ലേ? മാനം ടേസ്റ്റ് വേണ്ട, നീയല്ലേ തൊട്ട ലാസ്റ്റ്?
തീർന്നു. ഓക്കെ, ഈ ഒരു റൗണ്ടിലും നമ്മുടെ സ്വന്തം പേപ്പർ തന്നെയാണ്. ഇത് എന്റെ ഷഫിളില് കളി ഇരിക്കും. ഓക്കെ, ഇട്ടു. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി എന്റെ ടൈമാണ്. ഓക്കെ, ഷഫിൾ ചെയ്യേണ്ട സമയമാണ്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ ഫസ്റ്റ് എന്താ വെച്ച് ഏറ്റവും പണിയായിരുന്നു. അപ്പൊ നമുക്ക് പ്രാവശ്യം എന്ത് ചെയ്യാം, പണി തന്നെ ഇരിക്കട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ സെക്കൻഡിൽ നല്ലതായിരുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് വെക്കാം. നമ്പർ 1 കിട്ടുന്ന ആൾക്ക് നമ്മുടെ എഗ്, ആൻഡ് നമ്പർ 2 കിട്ടുന്ന ആൾക്ക് ക്രീം, 3 കിട്ടുന്ന ആൾക്ക് കേക്ക് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ആര് തുറക്കുന്നത്? ഓക്കെ ഗൈസ്, ഓക്കെ ഫസ്റ്റ് തുറക്കട്ടെ. അവൻ തന്നെ പറഞ്ഞു തുറക്കാൻ. ടെൻഷൻ ഫ്രീ ആയി ഗൈസ്, ടെൻഷൻ ഫ്രീ. ഇത് കൊമ്പൻ അല്ലേ? ഓക്കെ, സോ അതോടെ ഇപ്പൊ കഴിക്കില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ കൊമ്പൻ തുറക്കേണ്ടതാണ്. തലവെക്ക്. എന്താ അവസ്ഥയാണത്? അയ്യോ, ആദ്യം മാഗി എടുത്തേ പറഞ്ഞല്ലേ. നല്ല ടേസ്റ്റ് ആണെന്നാ കേട്ടത്. ഒന്നുമില്ല, അത്രയൊന്നും വേണ്ട. കുറച്ച് തുറക്കടാ. എന്ത് ഗതികെട്ടവനാണോ ഞാൻ. അങ്ങനെ പറയല്ല, ഇനി ഒരു റൗണ്ട് കൂടി വരുന്നുണ്ട്. അതിലും എനിക്ക് കിട്ടും. അപ്പൊ എന്തായാലും കൊമ്പന്റെ ക്രീം ഇവിടെ തീരാനായി, നമ്മുടെ തീരാനായി. ഇത് തുടങ്ങിയ ക്യാമറ ഫോക്കസ് ചെയ്യാം. ഞാനേ ഒന്ന് തീരുന്നു. ഒറ്റ വലി നാക്കെ വെച്ചാൽ മതി, തന്നെ ഇറങ്ങി പോക്കോളൂ. അങ്ങനെയാണ് അതിന്റെ, അതൊരു അങ്ങനത്തെ ഒരു ഇതാ. കാരണം ഇറങ്ങിപ്പോ ഉണ്ടോ, പെട്ടെന്ന് ഇറങ്ങിപ്പോ അല്ലേ? അല്ലാതെ കിട്ടൂല, ഫൗള് വരും. ഇറങ്ങിപ്പോയില്ലേ നാക്കൽ ഒന്നല്ല, ഇത് ഇറങ്ങിപ്പോയില്ലേ ചവർപ്പട. ഒരു കുഞ്ഞിനെയാണല്ലോ ഇപ്പൊ കൊന്നേ. ഇല്ല, കുഞ്ഞിന്റെ പാതി. ഓക്കെ, എന്തായാലും ഫിനിഷ് ആയിട്ട്. സോ ഗൈസ്, അപ്പൊ ഈ ഒരു ചാലഞ്ചിൽ നമ്മുടെ ഒരു 3ാമത്തെ റൗണ്ട് അവസാനിക്കുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി ആണ് ഇനി അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റ് റൗണ്ട് ആണ് ഇന്ന് ഗൈസ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിന് മുന്നായിട്ട് ഗൈസ്, നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഗൈസ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ആളുള്ള ഓപ്ഷൻ എടുക്കുക. ഗൈസ്, നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം കുറച്ച് കപ്പുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ച, എല്ലാവർക്കും പച്ച ഉണ്ടല്ലോ. ഓക്കെ, സോ നിങ്ങൾ ഞാൻ 3, 2, 1 എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കപ്പ് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെക്കുക. ഓരോ കപ്പ് മാത്രം എടുക്കാവുള്ളൂ. ഓക്കെ, അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ പിടിക്കണം. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് എല്ലാ കപ്പുകളും അങ്ങനെ കൊണ്ടേ ലാസ്റ്റത്തെ പച്ച കപ്പ് ഇവിടെ ഇങ്ങനെ കാണാം. ഓക്കെ, അങ്ങനെ ആരാണ് ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അവർ വിന്നർ. 3, 2, 1. ഓരോ കപ്പ് എടുക്കാവുള്ളൂ. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഓരോ കപ്പ്. ഓക്കെ, ഓരോ കപ്പ്. സോ ഇവിടെ ഫസ്റ്റ് അടിക്കാൻ ഓക്കെ ഗൈസ്, കൊമ്പ ഇവിടെ സെക്കൻഡ് അടിച്ചിരിക്കുന്നു. ആൻഡ് ഇവിടെ തേർഡ് ഇവിടെ നമ്മുടെ എഡ്വിൻ ബിസിബി ആണ്. പക്ഷേ പൊളി ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടോ? പിന്നെ സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആ ഒരു ഫുഡ് ആയിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, സോ അപ്പോ ഇവിടെ ഗിഫ്റ്റ് ഇവിടെ ഓൾറെഡി ഗിഫ്റ്റ് അല്ല, പ്രൈസിന് അവിടെ ഓൾറെഡി ഫുഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫുഡ് ഐറ്റം. സോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വിട്ടു നോട്ടത്തിൽ കാണാൻ പറ്റുമല്ലോ, കാരണം നിങ്ങൾ ഒരുപാട് കാണുന്നതല്ലേ. എന്തായിരിക്കും? KFC. ബർഗറാണത്. ഓരോരുത്തർ തുറന്ന് കാണിക്കുക എന്താ കിട്ടിയെന്നല്ലേ. കൊമ്പൻ എന്താ കിട്ടിയത്? എന്താ കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ഇത് അവിടെ അടിപൊളിയായിട്ടുള്ള ഈ ബർഗറിന്റെ പേര് അറിയാം. കണ്ടിട്ട് തന്തൂരി ബർഗർ പോലെ. നമ്മുടെ ബർഗറിന്റെ ഇടയിലുള്ള ലീഫാണ് അത്. ഈ ലീഫിന്റെ ഒരു പേരുണ്ട് അറിയാമോ? സങ്കടം അറിയട്ടോ. അതെ, ഞാൻ നേരത്തെ എന്താ പറഞ്ഞു, എഗ് കഴിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞു, എഗ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അടുത്ത റൗണ്ട് ചാർലി അടിക്കുന്നുള്ളത്. ഇല എടുത്ത് കഴിക്കും. ആടാ പശു അയ്യോ പക്രിനെ കളിയാക്കി പറഞ്ഞ കമന്റ് വരും. എന്റെ പൊന്നു ഞാൻ കളിയാക്കി അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് എന്താ അറിയോ? ഞാൻ പോസ് എന്ന് പറയാൻ പോസോ 5 ജയിച്ചാല് ഒരു ബണ്ണ് കിട്ടും. ആ അവസ്ഥയാണ് ഗൈസ് കൊമ്പനി. എന്തുവാണോ ഒരു നേരം പോലെ ഒരു ബർഗർ എന്ന് പറഞ്ഞോടാ നിനക്ക്. ഒരു പണി കിട്ടിയെങ്കിലും എന്ത് പണി? എടുത്തോ.
ഇത് തിന്നു കഴിഞ്ഞ അത് ശരി ഞാൻ മുകളിൽ തിന്നു വിചാരിച്ചില്ല. നല്ല വിശപ്പുണ്ട് പശുവിന് വില എവിടെ കൊണ്ടേ കിട്ടാം. അത് കാര്യം ഞാൻ എന്തായാലും ഇവനെ കെട്ടിയിട്ട് വരാം. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ